അനിത ടെക്സിക്കോട്ട് എന്ന് പറഞ്ഞ കമ്പനി. ആ കത്ത് സർക്കാരിന്റെ പക്കലുണ്ട്. നമ്മൾ 10,000 കിറ്റുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. അതിൽ 5,000 കിറ്റ് മാത്രം വാങ്ങുന്നു. അതിനുശേഷം വല്ലാത്ത ചതിയായി പോയി. 25,000 കിറ്റ് 550 രൂപയ്ക്ക് ഞങ്ങൾ തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് മുൻ ആരോഗ്യമന്ത്രി പച്ചക്കള്ളം പറയുക. ആ സമയത്ത് കിറ്റ് കിട്ടാനില്ല. പച്ചക്കള്ളമല്ലേ പറയുന്നതെന്ന്. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ഇത് എന്റെ മാത്രം തീരുമാനമല്ല, ഇത് മുഖ്യമന്ത്രിയുടേതാണ് എന്ന് ആവർത്തിച്ച് ഊന്നി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ മുൻ ആരോഗ്യമന്ത്രി പറയുന്നത് അപ്പോൾ പറയുന്നതും ഇപ്പോൾ പറയുന്നതും എപ്പോൾ പറയുന്നതും സഭയിൽ പറഞ്ഞതും ഒക്കെ ആ സമയത്ത് അർജൻസി ഉണ്ടായി എന്നുള്ളതാണ്. കളവാണത്. ശരിയാ. ആ സമയത്ത് അർജൻസി ഉണ്ടായെങ്കിൽ ഈ പറയുന്നത് 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാൻ തയ്യാറായ കമ്പനി അവിടെ ഉണ്ടായിരുന്നു. ആ കത്ത് സർക്കാരിന്റെ പക്കലുണ്ടായിരുന്നു. ആ കത്ത് സർക്കാർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അവരോട് 10,000 പറഞ്ഞിട്ട് അതിന്റെ നേരെ ഇരട്ടി 1,500 രൂപ വിലയ്ക്ക് അപ്പുറത്ത് സാൻ ഫാർമയ്ക്ക് അങ്ങോട്ട് മെയിലയച്ചു എന്നാണ് ആരോപണം. അപ്പോൾ ഈ അർജൻസി എന്ന വാദം നിൽക്കുവോ ശ്രീ പി ചിത്തരഞ്ജൻ? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ്, ഈ കേന്ദ്ര സ്ഥാപനങ്ങൾ 10 വർഷത്തിലധികമായി അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ പറഞ്ഞിട്ടുള്ള സാൻ ഫാർമ. അങ്ങനെയുള്ള കമ്പനിക്ക് 50,000 സിംഗിൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒറ്റയാൾ മാത്രമേ അവരുടെ സാധനങ്ങൾ അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്. 871 രൂപ 50 പൈസയ്ക്ക് നൽകുന്നതിന് വേണ്ടി പല കമ്പനികളും മുൻപോട്ട് വന്നു. ആ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന 50,000-ൽ നിന്ന് 35,000 ആ കിറ്റ് PP കിറ്റ് വാങ്ങുന്നതിനുള്ള ഓർഡർ ക്യാൻസൽ ചെയ്തു ഗവൺമെന്റ്. ഇവിടെ പ്രശ്നം അതല്ല. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അത് കഴിഞ്ഞുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഈ പറയുന്ന സാൻ ഫാർമ എന്ന് പറയുന്ന ഊരും പേരും അറിയാത്ത ഒരു കമ്പനിയിലേക്ക് അങ്ങോട്ട് ഓർഡർ പോകുന്നതിന് മുമ്പ് ഈ 550 രൂപ നിരക്കിൽ ഈ 25,000 എണ്ണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയുടെ കത്തുണ്ട്. ആ കത്താണ് പ്രതിപക്ഷത പുറത്തുവിട്ടത്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? CAG പറയുമ്പോഴും രാഷ്ട്രീയാരോപണം ഉള്ളപ്പോൾ ഇതൊക്കെ ആരോപണം നിൽക്കുകയാണല്ലോ. മനുഷ്യന്റെ ജീവനിട്ട് അല്ലല്ല. 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാം എന്നൊരു കമ്പനി പറയുന്നു. അവരോട് 10,000 തരാൻ പറയുന്നു. ഈ പറഞ്ഞ അർജൻസി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട എന്താണ്? ആ 25,000 ഞങ്ങൾക്ക് ഇതാ എന്നല്ലേ പറയേണ്ടത്? ഞാൻ പറഞ്ഞത് എന്താണ്? 50,000 വാങ്ങാൻ നിശ്ചയിച്ച കമ്പനിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ CA സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന കമ്പനിക്ക് കൊടുത്തിരുന്ന ഓർഡർ. ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അന്വേഷിച്ച് നടക്കാനുള്ള ഘട്ടമല്ലല്ലോ. അല്ല, ഈ ഘട്ടം നമുക്കറിയാലോ. നമ്മുടെ കയ്യിൽ കത്തുണ്ട് സാറേ. ഈ പറയുന്ന കമ്പനിയിൽ നമ്മൾ 10,000 ഓർഡർ ചെയ്തു. ഈ പറയപ്പെടുന്ന 550 രൂപയ്ക്ക് ഒരു PP കിറ്റ് തരാം എന്ന് പറയുന്ന ഈ പറഞ്ഞ അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന കമ്പനി നമ്മളോട് പറയണം 25,000 കിറ്റ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. അവരോട് നമ്മൾ 10,000 ഓർഡർ ചെയ്യണം. ആ ദിവസം ദ വെരി സെയിം ഡേ അവരോട് 10,000 കിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇപ്പോ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ ആ സമയത്ത് അർജൻസി ആയിരുന്നു പ്രശ്നമെങ്കിൽ, ഈ PP കിറ്റ് കിട്ടുന്നതിന് ലഭ്യത കുറവായിരുന്നു പ്രശ്നമെങ്കിൽ അവരോട് നമുക്ക് 25,000 വാങ്ങാമായിരുന്നില്ല 550 രൂപയ്ക്ക്. എന്തുകൊണ്ട് അതുണ്ടായില്ല? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. 15,000 കിറ്റ് മാത്രമല്ല ഇത് വാങ്ങിയിട്ടുള്ളത്. ഗവൺമെന്റിന് വേറെ ഏതെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ 50,000-ന് ഓർഡർ കൊടുത്തതല്ലേ? ആ 50,000 വാങ്ങാലോ. 35,000 വേണ്ടെന്ന് എന്തിനാ ക്യാൻസൽ ചെയ്തത്? വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ 10,000 നിർത്തുന്നത്? എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. PP ചിത്തരഞ്ജൻ എന്റെ ചോദ്യം ഇടപെടാന്ന് പറയരുത്. എന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വരുന്നതേ ഇല്ല. താങ്കൾക്കത് മനസ്സിലാവുന്നതാണ്. അത് കാരണം എന്റെ ചോദ്യം ഒരിക്കൽ കൂടി പറയുകയാണ്. 25,000 ഈ പറയുന്ന 550 രൂപയ്ക്ക് സാർ എന്താണ് വല്ലാത്ത, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു എന്നോ മനുഷ്യൻ വല്ലാത്ത സങ്കടപ്പെട്ട വല്ലാത്തൊരു സാഹചര്യം, PP കിറ്റുകൾ കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഒരു വല്ലാത്ത സാഹചര്യം, തർക്കമാക്കാരത്തില്ല. ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000 ഓർഡർ ചെയ്തു. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ 10,000 ഓർഡർ ചെയ്തു. അവിടെ അല്ല 10,000 നമ്മൾ ഓർഡർ ചെയ്തു. PP ചിത്തരഞ്ജൻ 500 അപ്പൊ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ? അപ്പൊ ആ കമ്പനി 25,000 തരാന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടെ 10,000 ഓർഡർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം 30-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ സാൻ ഫാർമയിൽ അങ്ങോട്ട് കത്തയക്കുക. അതെന്തിനാ? എന്റെ PP ചിത്തരഞ്ജൻ 550 രൂപയ്ക്ക് 25,000 PP കിറ്റുകൾ ഞങ്ങൾ തരാം എന്ന് പറയുന്ന ഒരു കമ്പനി, എന്താണ് അതിന്റെ പേര്? അനിത ടെക്സിക്കോട്ട് എന്ന് പറഞ്ഞ കമ്പനി. ആ കത്ത് സർക്കാരിന്റെ പക്കലുണ്ട്.
നമ്മൾ 10,000 കിറ്റുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. അതിൽ 5,000 കിറ്റ് മാത്രം വാങ്ങുന്നു. അതിനുശേഷം 1,550 രൂപയ്ക്ക് അങ്ങോട്ട് സാൻ ഫാർമയിലോട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നു. എന്തിനാണത്? ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് 50,000 ഓർഡർ കൊടുത്തിട്ട് 15,000 കഴിച്ച് 35,000 ക്യാൻസൽ ചെയ്തത്? പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ഈ പറയുന്ന അനിത ടെക്സിക്കോട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ 10,000 ഓർഡർ കൊടുത്ത ഇതിന്റെ PP കിറ്റ് ഗുണനിലവാരം മോശമാണ് എന്ന് സർക്കാർ കണ്ടെത്തിയത് എങ്ങനെയാണ്? ആ കമ്പനി അതല്ല ഞങ്ങൾ പറഞ്ഞു. അതിന് നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. അടിയന്തര സാഹചര്യത്തിൽ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പർച്ചേസ് കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ആരൊക്കെ? ചീഫ് സെക്രട്ടറിയും മറ്റു സെക്രട്ടറിമാരും എല്ലാം അടങ്ങുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഇത് വാങ്ങി. അതിന് തന്നെ 50,000 ഓർഡർ കൊടുത്തത്. കുറച്ച് സാധനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്ത് 35,000. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിയ മൊത്തം 25 ചില്ലറ കോടിയിൽ 10.2 കോടി രൂപ എന്താണ് അധിക തുക? നേരെ 50% അധിക തുകയാണെന്നാണ് CAG പറഞ്ഞത്. നമ്മൾ ഇത് CAG പറഞ്ഞാട്ടോ പറയുന്നത്. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഓർക്കുന്നുണ്ട് നിപ്പയുടെ സമയത്ത് നമ്മൾ PPE കിറ്റ് ഉപയോഗിച്ച നമ്മുടെ ആരോഗ്യ ഉദ്യോഗസ്ഥരെ, ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ PPE കിറ്റൊക്കെ മോശം കമ്പനിയിൽ നിന്നാണോ മേടിച്ചത്? അങ്ങനെ ശ്രീ PP ചിത്തരഞ്ജന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നോക്കണ്ട ഇയാളാ. ആ PPE കിറ്റ് 2014 മുതൽ അല്ലെങ്കിൽ 2010 മുതൽ PPE കിറ്റ് തുടർച്ചയായി നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ സർക്കാരിന് തന്നുകൊണ്ടിരുന്ന കമ്പനികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ കമ്പനികളൊക്കെ തന്നെ 500ഉം 580ഉം 400ഉം ഒക്കെ 450 രൂപയ്ക്ക് കോട്ട് ചെയ്യുമ്പോഴാണ് അന്നേ ദിവസം തന്നെ 1,550 രൂപയ്ക്ക് മേടിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 50,000 ഓർഡർ ചെയ്തു, 15,000 ഞങ്ങൾ പിന്നീട് ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? ഈ 50,000 ഓർഡർ ചെയ്തിട്ട് ആദ്യത്തെ ഡെലിവറി എപ്പോഴാണ് വന്നത്? മറ്റെല്ലോ ഇപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞ മികവേറിയ മേന്മയേറിയ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച PPE കിറ്റ് തരുന്ന കമ്പനി, ആ കമ്പനിയാണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താമസിച്ച് നമുക്ക് PPE കിറ്റുകൾ വിതരണം ചെയ്തത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അതായത് 22 ദിവസം കഴിഞ്ഞിട്ടാണ് PPE കിറ്റുകൾ വിതരണം ചെയ്തത്. ബാക്കി എല്ലാ കമ്പനികളും 10 ദിവസത്തിനുള്ളിൽ PPE കിറ്റ് വിതരണം ചെയ്തപ്പോഴാണ് 22 ദിവസങ്ങൾ കഴിഞ്ഞ് ഈ PPE കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇവിടെ സാധനങ്ങൾ ഇല്ലാതെ വന്നു. ഇവിടെ സാധനങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ബാക്കി തുക അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ അത് ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതാണ്. അതും മാത്രമല്ല അഡ്വാൻസ് ആയിട്ടുള്ള പൈസയും അവർക്ക് കൊടുത്തിരുന്നു. ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന ഈ ഇടനിലക്കാരന്റെ അവകാശവാദങ്ങൾക്കപ്പുറം അത് തെളിയിക്കുന്ന ഒരൊറ്റ പേപ്പർ അങ്ങ് കാണിച്ചു തരാൻ കഴിയുമോ? പിന്നെ താങ്കൾ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ ലിവറോ അല്ല, ഹിന്ദുസ്ഥാൻ ഒന്നുമല്ല, അവരുടെ പേരന്റ് കമ്പനി അൽ മെഡിക്കോസ് എന്ന് പറഞ്ഞ ഏതോ ഒരു കമ്പനിയാണ്. ആ കമ്പനിയും അവകാശപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്. എന്ത് യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നമ്മൾ നിപ്പയുടെ സമയത്ത് നമ്മൾ വാങ്ങിയത് എന്താണ്? നമ്മൾ ഇവിടുന്ന് വാങ്ങി, നമ്മൾ കെറോൺ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങി 456 രൂപ. നമ്മൾ ന്യൂ കെയർ ഹൈജീൻ പ്രൊഡക്ട്സിൽ നിന്ന് വാങ്ങി 472 രൂപ. നമ്മൾ ബയോമെഡിക്സിൽ നിന്ന് വാങ്ങി 473 രൂപ. ഇതിലും വലിയ ഭീകരമായ നിപ്പ എന്ന് പറയുന്ന രോഗകാലത്ത് നമ്മൾ വാങ്ങിയതാണ്. അതിനൊരു യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡും ഇല്ലെങ്കിലും അത് നന്നായി വർക്ക് ചെയ്തില്ലേ സാർ? എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഈശ്വര. നമ്മൾ ഈ അർജൻസി ഒക്കെ പറയുകയും ഒരു അർജന്റും അല്ലാത്ത 16 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കുക, എന്നിട്ട് നമ്മൾ ഇതിന്റെ നേരെ ഇരട്ടി പൈസയ്ക്ക് നമ്മൾ വാങ്ങുക. ഇത് അഴിമതി അല്ലെന്ന് പറയുകയാണോ അങ്ങ് ശ്രീ PP ചിത്തരഞ്ജൻ? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞില്ലേ, വില കുറച്ച് സാധനം കിട്ടുന്നു എന്ന് ഉറപ്പ് വന്നപ്പോ കൊടുത്ത ഓർഡർ റദ്ദ് ചെയ്യുവാൻ തന്നെ തയ്യാറായിട്ടുള്ളത് തെറ്റായ വാദമാണ്. നിങ്ങൾ പറഞ്ഞ തെറ്റായ വാദമാണ്. സാൻ ഫാർമയിലേക്ക് ഈ കൂടിയ വിലയ്ക്ക് അങ്ങോട്ടേക്ക് നമ്മൾ ചോദിക്കുന്ന സമയത്ത് താങ്കൾ ഈ പറഞ്ഞ വിലക്ക് ഇവിടെ കിട്ടും, ഇഷ്ടം പോലെ PP കിറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ ഈ കമ്പനികളൊക്കെ. അതിനെ മറികടന്ന് സാൻ ഫാർമയ്ക്ക് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു. എന്തിനാണ് 1,550 രൂപയ്ക്ക്? അടിപൊളി. 50% തുക മുൻകൂറായി നൽകിക്കൊണ്ട് എന്റെ PP ചിത്തരഞ്ജൻ, എന്റെ ചോദ്യം അങ്ങ് മനസ്സിലാവാത്തതല്ല. കേരള മെഡിക്കൽ എന്റെ ചോദ്യം അങ്ങ് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അങ്ങ് നോക്കി വായിക്കുന്ന അതിൽ ഈ പറയുന്ന കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് പ്രശ്നം. എന്താണ് ഈ കുറഞ്ഞ വിലക്ക് ഇഷ്ടം പോലെ PP കിറ്റ് കിട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങൾ ഈ പറയുന്ന അർജൻസി സാധനം കിട്ടാനല്ലെന്ന് കള്ളം പറയലായിരുന്നു ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ. സാധനം കിട്ടാനുണ്ടായിരുന്നു PP ചിത്തരഞ്ജൻ, ഇഷ്ടം പോലെ സാധനം കിട്ടാനുണ്ടായിരുന്നു കുറഞ്ഞ വിലക്ക്. അത് വേണ്ട എന്ന് പറഞ്ഞ് കൂടിയ വിലക്ക് ഏതോ മഹാരാഷ്ട്ര കിടക്കുന്ന സോളാപൂർ കിടക്കുന്ന കമ്പനി അങ്ങോട്ട് വിലച്ച് എന്തിനാ?
എന്നിട്ട് ആ സാധനം വന്ന എപ്പോഴാ? 16 ദിവസം കഴിഞ്ഞപ്പോ. എന്ത് അർജൻസിയാണ്? ഞാനിത് ചോദിച്ചോട്ടെ. ഇനി പോട്ടെ, സാൻഫാർമയ്ക്ക് അയച്ച ലെറ്റർ ഓഫ് ഇന്റന്റിൽ അർജൻസി ഒരു വാക്ക് കാണിച്ചു തരാമോ? 15,000 PP കിറ്റിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ആക്ഷേപം? അതാ മൊത്തം PP കിറ്റിനെ കുറിച്ചാണോ? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. PP ചിത്രൻ, എന്റെ വളരെ ലഘുവായ ഒറ്റ ചോദ്യം അങ്ങേക്ക് ഡബിൾ സ്റ്റാറിൽ അവരോട് പറയാൻ പറ്റുമോ? എന്റെ ലഘുവായ ഒറ്റ ചോദ്യമാണ്. ഉത്തരം പറയൂ. നമുക്ക് 17,000 നിൽക്കാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. സാറേ, ഈ പറയുന്ന 25 കോടി പർച്ചേസിൽ 10.5 കോടി അധിക തുകയാണ് പറയുന്നത്. അഴിമതിയാണെന്ന CAG പറയുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട. ഈ പറയുന്ന 25 കോടി എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാല പർച്ചേസ് കുറഞ്ഞത് 1000 കോടി വരില്ലേ? PP ചിത്രൻ, കോവിഡ് കാല പർച്ചേസ് ഏറ്റവും കുറഞ്ഞ 1000 കോടി വരില്ലേ? ഈ കണക്ക് പ്രകാരമാണെങ്കിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ 1000 കോടിയിൽ 1500 കോടി 500 കോടി അഴിമതി നടത്തിയിട്ടുണ്ടാവില്ലേ PP ചിത്രൻ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഞാൻ കൃത്യം പറയാം. 25,000 PP കിറ്റുകൾ 500 രൂപയ്ക്ക് 550 രൂപയ്ക്ക് ഞങ്ങൾ തരാമെന്നൊരു കമ്പനി പറയുന്നു. ആ കമ്പനിയോട് നമ്മൾ 10,000 PP കിറ്റ് താ എന്ന് പറയുന്നു. ഈ പറയുന്ന അർജൻസി ഉണ്ടെങ്കിൽ ആ കമ്പനി 25,000 വാങ്ങണ്ടേ PP ചിത്തരഞ്ജൻ? ഈ പറയുന്ന ബാക്കി കിറോൾ അടക്കമുള്ള കമ്പനികൾ 500 രൂപയിൽ താഴെ തരാമെന്ന് പറയുന്നു. അവരിൽ നിന്ന് വാങ്ങണ്ടേ? ഇതിന് നെഞ്ഞു കുത്തി പൊളിക്കാല്ലേ. അവിടുന്ന് വില കുറച്ച് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോൾ 35,000 ക്യാൻസൽ ചെയ്തു, 15,000 ആയി. PP ചിത്തരഞ്ജൻ 15,000 50,000 രൂപ കൂടിയ വിലക്ക് സാൻഫാർമയോട് ചോദിക്കുമ്പോൾ PP 50,000 PP കിറ്റുകൾ ഇരട്ടിയിലധികം വിലക്ക് സാൻഫാർമയോട് ചോദിക്കുമ്പോൾ അതിൽ കുറഞ്ഞ വിലക്ക് ഇഷ്ടം പോലെ PP കിറ്റ് ഇവിടെ കിട്ടും. അതെന്തിനാണ് അപ്പൊ അങ്ങോട്ട് നമ്മൾ ചോദിക്കുന്നത്? സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ 35,000 എന്തിനാണ് റദ്ദ് ചെയ്തത്? നിങ്ങൾ ചർച്ച സംഘടിപ്പിച്ചിട്ടാണോ റദ്ദ് ചെയ്തത്? PP ചിത്തരഞ്ജൻ, എന്റെ ചോദ്യം, എന്റെ ചോദ്യത്തിൽ താങ്കൾ ഒഴിഞ്ഞുമാറല്ലേ? താങ്കൾ ഒഴിഞ്ഞുമാറാണ്. ഇവിടെ 500 രൂപയിൽ താഴെയും 500 രൂപയ്ക്കും ഇഷ്ടം പോലെ PP കിറ്റ് ലഭ്യമാണെന്നിരിക്കെ ഇരട്ടിയിലധികം തുകയ്ക്ക് അങ്ങോട്ടേക്ക് സാൻഫാർമയിലേക്ക് കത്തെഴുതി എന്തിനാണ്? അവിടെ ഒന്ന് വാങ്ങാൻ പോയത് എന്തിനാണ്? നിങ്ങൾ പറയൂ സുഹൃത്തെ, എത്ര PP കിറ്റിലാണ് അഴിമതി നടന്നത്? അത് നിങ്ങളാ പറയണ്ടേ, ഞാനാ പറയണ്ടേ? എന്റെ വളരെ ലഘുവായ ചോദ്യം. ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇതൊന്നും. ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഈ കത്ത് പുറത്തു വരുന്നുണ്ട്. ഈ കത്തിൽ പറയുന്നത് എന്താണ്? 25,000 കിറ്റ് 550 രൂപയ്ക്ക് ഞങ്ങൾ തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് മുൻ ആരോഗ്യമന്ത്രി പച്ചക്കള്ളം പറയുക. ആ സമയത്ത് കിറ്റ് കിട്ടാനില്ല. പച്ചക്കള്ളമല്ലേ പറയുന്നതെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത് നുണയല്ലേ? എണീറ്റ് വരണ്ടേയിരുന്നു. കോവിഡ് കാലം അഴിമതിക്കുള്ള മാർഗമാക്കി സർക്കാരുകൾ മാറ്റിയേക്കാം. അതുകൊണ്ട് ഈ ഭരണാധികാരികളെ ജനം ഓഡിറ്റിന്റെ കൺമുനയിൽ നിർത്തണം, ഇല്ലെങ്കിൽ കൊള്ളയടിക്കുമെന്ന് പറഞ്ഞത് അന്ന് UN ഒരു പ്രവചന സ്വഭാവത്തിൽ UN അക്കാലത്ത് പറഞ്ഞതാണ്. UN പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. ഇത്രയും മതിയോ? അതാ ഇനിയും വേണോ?